അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ കേരളത്തിലെ കർമ്മശാസ്ത്ര പഠനങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഇതിൻ്റെ ആവശ്യമായി പല മക്തബകളിലേക്കും പോയി കയറി ചെല്ലാറുണ്ട്. ഈയിടെ ഞാൻ ഈജിപ്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു മക്തബയിൽ കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രധാന റെഫറൻസിനായി ഉപയോഗിക്കുന്ന ഗ്രന്ഥം ഫത്വുൽ മൊയ്ൻ ഗ്രന്ഥമാണെന്ന് അവിടെ നിന്ന് എനിക്കറിയാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലുദിച്ചൊരു സംശയമാണ്, എങ്ങനെയാണ് ഈ ഫത്വുൽ മൊയ്ന് ആഗോള തലത്തിൽ പടർന്ന് പന്തലിച്ചതെന്ന് ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാമോ? ഫത്ഹുൽ മൊയ്നെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഫത്ഹുൽ മൊയ്ൻ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് രചിച്ചത്. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. കേരളത്തിലെ പൂർണ്ണമായും കേരളീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് രചിച്ച ഒരു കൃതിയാണ് ഫത്ഹുൽ മൊയ്ൻ. അപ്പോൾ അന്ന് കേരളത്തിൽ നിലവിൽ നിന്നിരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിനനുസരിച്ച് അന്ന് മലയാളികൾക്ക് വളരെ ലളിതമായി ഉപയോഗിക്കാൻ പറ്റിയ മസാലകളാണ് ഇത് ചർച്ച ചെയ്തിരിക്കുന്നത്. ഷാഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്രത്തിലെ മദ്ഹബാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഫത്ഹുൽ മൊയ്ൻ ഒരു ഓപ്ഷൻ അല്ല. അതിന് ബൃഹത്തായ ഗ്രന്ഥങ്ങൾ വേറെയും പലതുണ്ട്. പക്ഷെ ഫത്ഹുൽ മൊയ്നിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കേരളത്തിൽ നിന്നുള്ളതായതുകൊണ്ട് വളരെ ലളിതമായ രചന, കേരളത്തിലുള്ള ആളുകൾ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ വിഷയങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ആളുകളെ അത് സ്വാധീനിച്ചു. അവർക്കും അത് അതിന്റെ ഒരു രീതിശാസ്ത്രം മനസ്സിലായപ്പോൾ അവർക്ക് അതൊരു ലളിതമായി തോന്നി. ഇനി അത് മറ്റു രാജ്യങ്ങളിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ, ഇത് രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്. സൈനുദ്ദീൻ മഖ്ദൂം മക്കയിലാണ് പോയി പഠിച്ചത്. മക്കയിൽ പോയി പഠിച്ചതുകൊണ്ട് ഒരുപാട് വൈദേശിക ബന്ധങ്ങൾ, മക്കയിലേക്ക് ഒരുപാട് പണ്ഡിതന്മാരും അങ്ങോട്ടേക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഫത്ഹുൽ മൊയ്ൻ അവിടേക്ക് വ്യാപിപ്പിച്ചിട്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി ഒന്നും കൂടി പറഞ്ഞാൽ ആഗോളതലത്തിലേക്ക് വ്യാപിച്ചതാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് സംശയം അതാണല്ലോ. ആഗോളതലത്തിൽ എന്ന് പറയുമ്പോൾ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോഴും അവിടുത്തെ പാഠ്യപദ്ധതിയിലെ ഒരു പ്രധാന ഗ്രന്ഥമാണ് ഫത്ഹുൽ മൊയ്ൻ. കൂടാതെ ഈജിപ്തിലെ ദമസ്കസിലെ ജാമിയ അമവിയയിലും വിശുദ്ധ മക്കയിൽ പോലും ഒരുപാട് കാലം ഫത്ഹുൽ മൊയ്നിന്റെ ദർസുകൾ നടത്തിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ഷുഹൈർ ഫത്ഹുൽ മൊയ്നിന്റെ വിശദീകരണ ഗ്രന്ഥമായ ഇആനത്തുൽ താലിബിനോട് കൂടെ ദമസ്കസിലെ ഒരുപാട് പള്ളികളിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയായ ജാമിയ ഉമവിയയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പണ്ഡിതനായ റുഷ്ദി സലീം അൽ ഖലം സിറിയയിലെ വിവിധ പള്ളികളിൽ ഫത്ഹുൽ മൊയ്നിന്റെ ദർസ് നടത്തിയതിന്റെ രേഖകളും ക്ലാസുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. കുവൈത്തിലെ മസ്ജിദ് ഉസ്മാനിൽ ഷെയ്ഖ് ഹുസൈൻ അബ്ദുള്ള അലി എന്നിവരും ഫത്ഹുൽ മൊയ്നും ഇആനത്തുൽ താലിബീൻ, അതിന്റെ വിശദീകരണ ഗ്രന്ഥമാണ് ഇആനത്തുൽ താലിബീൻ, തർശീഹ് തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ അവിടുത്തെ പള്ളികളിലൊക്കെ ക്ലാസ് നടത്തിയതിന്റെ ഇതൊക്കെ നമ്മളെ നെറ്റിലൊക്കെ ഇപ്പോഴും ലഭ്യമാണ്. പറഞ്ഞു വരുന്നത്, ഈ ഫത്ഹുൽ മൊയ്ൻ അങ്ങ് ആഗോള തലത്തിലെത്താൻ കാരണം ഒന്ന് അതിന്റെ രചന തന്നെ വളരെ സംക്ഷിപ്തവും വളരെ നൈർമല്യവുമായ ഒരു സോഫ്റ്റ് പേസിൽ നമുക്കത് വായിക്കാം. മറ്റു ടെക്സ്റ്റുകൾ പോലെ അല്ല, തുഹ്ഫ പോലെ വളരെ കടുകട്ടി ഇബാറത്തൊന്നുമല്ല. ഫത്ഹുൽ മൊയ്നിന്റെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇബാറത്താണ്. ആർക്കും അത് ഈസിയായി വായിച്ചു പോകാം എന്നാണ് ഫത്ഹുൽ മൊയ്നിന്റെ ഒരു പ്രത്യേകത. പിന്നെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു വൈദേശികമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് അത് അവിടൊക്കെ വ്യാപിച്ചു. പിന്നെ അത് തലമുറകളായി ഏറ്റെടുത്തു വന്നു എന്നാണ് ഫത്ഹുൽ മൊയ്ൻ ലോകത്തിൽ ഇപ്പോൾ ആഗോള തലത്തിൽ വളർന്നു വന്നിരിക്കാൻ കാരണമായത്. അതെ, ഫത്ഹുൽ മൊയ്നെ കുറിച്ച് അത് ആഗോളതലത്തിൽ നല്ലോണം സ്വാധീനിച്ചൊരു ഗ്രന്ഥമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ പഠനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വല്ല പഠനങ്ങളുമുണ്ടോ? തീർച്ചയായും ഫത്ഹുൽ മൊയ്ൻ ബേസ് ചെയ്തിട്ട് ഒരുപാട് പഠനങ്ങൾ, ആധികാരികമായ ഗവേഷണ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കർമ്മശാസ്ത്ര രംഗത്തെ സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റി ദാറുൽ ഉലൂം ഫാക്കൽറ്റിയിലെ ഇസ്ലാമിക് ശരിയ വിഭാഗത്തിൽ ഒരു പഠനം നടന്നിട്ടുണ്ട്. ചേകന്നൂർ സ്വദേശിയായ ഡോക്ടർ അബ്ദുൽ ബർ എന്ന ഒരു വിദ്യാർത്ഥിയാണ് ആ പഠനം നടത്തിയത്. അവിടുത്തെ തന്നെ പ്രമുഖ പണ്ഡിതനായ ഡോക്ടർ ഇബ്രാഹിം അബ്ദുൾ റഹീമിന്റെ കീഴിലാണ് അദ്ദേഹം പഠനം നടത്തിയത്. അപ്പോ ഈ പഠനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല്,
ഫതുഹുൽ മൊയിൻ അതിന്റെ രചനാ വൈവിധ്യം, അത് എങ്ങനെയൊക്കെ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്, അതിന്റെ ഉള്ളിൽ ഉപയോഗിച്ച കാര്യങ്ങൾ, മസാലകൾ പറഞ്ഞു പോകുന്ന ഒരു രീതി, അതിന്റെ ഘടന തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നാണ് ഇതിൽ ഫതുഹുൽ മൊയിനിന്റെ വിഷയത്തിൽ പറയുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് മറ്റു കർമ്മശാസ്ത്ര സേവനങ്ങൾ ഉണ്ടെങ്കിലും അതിൽ കേരളത്തിൽ നിന്നായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായി നമുക്ക് പ്രതിപാദിക്കാൻ പറ്റുന്നത് ഫതുഹുൽ മൊയിനാണ്. അപ്പൊ ഫതുഹുൽ മൊയിനിൽ എന്തൊക്കെ കാര്യങ്ങൾ, അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് പറഞ്ഞതെന്ന് ഈ പഠനത്തിൽ വളരെ വിശാലമായി പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു പഠനം നമുക്ക് പറയാൻ പറ്റുന്നത് ഷാഫിഈ മദ്ഹബിന്റെ ഇന്ത്യയിലെ സ്വാധീനവും വളർച്ചയും. ഷാഫിഈ മദ്ഹബ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണ്. കേരളത്തിലായതുകൊണ്ട് തന്നെ കേരളത്തിലെ ഷാഫിഈ മദ്ഹബിന്റെ ടെക്സ്റ്റുകൾ നോക്കിയാൽ അതിൽ നമുക്ക് മുൻപന്തിയിൽ വെക്കാൻ പറ്റിയ ഒരു കിതാബാണ് ഫതുഹുൽ മൊയിൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈറ്റിൽ സ്വാഭാവികമായും ഫതുഹുൽ മൊയിൻ ചർച്ചയ്ക്ക് വരും. അത് സ്വാഭാവികമായി വരുന്നതാണ്, എന്തായാലും വരണം. അതാണ് ഫതുഹുൽ മൊയിൻ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം. ഈ പഠനം എഴുതിയത് ജാമിഅ മില്ലിയ ഇസ്ലാമിയിൽ നടന്നിട്ടുള്ള ഈ പഠനം കാടേരി അബ്ദുൽ കലാം മുസ്ലിയാരുടെ പേരമകനും വലിയ പണ്ഡിതർക്കായത് മുഹമ്മദ് ബഹാഉദ്ദീൻ ഹുദവി, അദ്ദേഹമാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു പഠനം നമുക്ക് മുന്നിൽ വെക്കാൻ പറ്റിയത് കർമ്മശാസ്ത്ര സാഹിത്യത്തിൽ കേരള പണ്ഡിതന്മാരുടെ സംഭാവനകൾ. കോഴിക്കോട് സർവകലാശാലയിൽ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് 2014 ഈ പഠനം സമർപ്പിച്ചത്. ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉസ്താദാണ് ഈ പഠനം രചിച്ചത്. അപ്പൊ ഇതിൽ കേരള സാഹചര്യമായതുകൊണ്ട് തന്നെ ഫതുഹുൽ മൊയിനിന്റെ പ്രാധാന്യം ഒന്നും കൂടി പ്രസക്തമാകുന്നുണ്ട്. കേരളത്തിലെ കർമ്മശാസ്ത്ര സാഹിത്യത്തിൽ എങ്ങനെയൊക്കെയാണ് പണ്ഡിതന്മാർ സംഭാവനകൾ നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആദ്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നത് ഫതുഹുൽ മൊയിനാണ്. മാത്രമല്ല കേരളത്തിന്റെ മതസാമൂഹിക രംഗങ്ങളിൽ ഫതുഹുൽ മൊയിനിന്റെ സ്വാധീനം എന്ന ടൈറ്റിൽ മറ്റൊരു പഠനം കൂടി ജവഹർലാൽ നെഹ്റു ജെഎൻയു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഫതുഹുൽ മൊയിൻ എങ്ങനെയാണ് കേരളത്തിൽ സ്വാധീനിച്ചതെന്ന് വളരെ വിശാലമായി പറഞ്ഞു പോകുന്നുണ്ട്. അതെ, ഈ ഫതുഹുൽ മൊയിനെ കുറിച്ച് ഇതിന്റെ അനുബന്ധമായിട്ട് വല്ല രചനകളും നടന്നിട്ടുണ്ടോ? അതെ, നമുക്ക് ഫതുഹുൽ മൊയിൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഫതുഹുൽ മൊയിൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് രചനകൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കും. മൻലൂമാത്തുൽ ലുബാബി ഫി ഫറായിൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം ഫതുഹുൽ മൊയിനിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഫതുഹുൽ മൊയിൻ ഗദ്യരൂപത്തിലാണ്. അതിനൊരു പദ്യരൂപത്തിൽ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മൻലൂമാത്തുൽ ലുബാബി ഫി ഫറായിൽ എന്നുള്ളത്. പിന്നെ മറ്റൊരു ഗ്രന്ഥം അൽ മുഹിമ്മ ഫി ബയാനിൽ അയിമ്മ. ഇതിൽ ഫതുഹുൽ മൊയിനിൽ പറഞ്ഞു പോയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന പല പണ്ഡിതന്മാരുടെ പേര് ഫതുഹുൽ മൊയിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ജീവിത ചരിത്രം, അവരുടെ രചനകൾ, സേവനങ്ങൾ തുടങ്ങിയവർക്ക് വളരെ വിശാലാർത്ഥത്തിൽ ചർച്ച ചെയ്തു പോകുന്ന ഒരു ഗ്രന്ഥമാണ് അൽ മുഹിമ്മ ഫി ബയാനിൽ അയിമ്മ എന്നുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട് സാഹിത്യ ദാവ കോളേജിന്റെ ലോക്കസ് എന്നൊരു ബാച്ചുണ്ട്. ആ ബാച്ച് മോജമുത്തുൽ അയിമ്മ എന്ന് പറഞ്ഞൊരു പുസ്തകം 2024 ഇറക്കിയിട്ടുണ്ട്. അതും ഇതേപോലെ ഫതുഹുൽ മൊയിനിൽ പറഞ്ഞ പണ്ഡിതന്മാരുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥമാണ്. പിന്നെ മറ്റൊരു ഗ്രന്ഥം ഫതുഹുൽ മൊയിൻ ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റിയത് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി. ഷെയ്ഖുൽ ഇസ്ലാം കോടമ്പുഴ ബാബ മുസ്ലിയാരാണ് ഈ ഗ്രന്ഥം രചിച്ചത്. അപ്പോൾ ഉസ്താദിന്റെ ഒരു രചനയുടെ വൈവിധ്യം എന്ന് പറഞ്ഞാല് ഫതുഹുൽ മൊയിൻ ഒരു ഘടനയുണ്ട്. അതേ ഘടനയിൽ തന്നെ പക്ഷെ ഒന്നും കൂടി ലളിതമായ ഭാഷയിൽ ആളുകൾക്ക് മനസ്സിലാകാൻ പാകത്തിലാണ് ഈ ഒരു രചന നിർവഹിച്ചിട്ടുള്ളത്. ആളുകൾക്ക് മനസ്സിലാകാൻ പാകത്തിൽ ഫതുഹുൽ മൊയിന്റെ ടെക്സ്റ്റുകൾ നോക്കിയാലും ദീർഘമായ പാരഗ്രാഫുകളാണ്. എന്നാൽ ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി അങ്ങനെയല്ല. ഖുലാസത്തുൽ ഫിഖ് അത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് കൊണ്ടായത് തന്നെ പോയിന്റായി വളരെ സംക്ഷിപ്തവും വളരെ നറിമല്യവുമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പാകത്തിലുള്ള വിഷയങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതെ, ഈ ഫതുഹുൽ മൊയിന് രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണല്ലോ. അപ്പോൾ മഖ്ദൂമിയ പാരമ്പര്യത്തെക്കുറിച്ചും അവർ ഈ കേരളത്തിൽ നടത്തിയ ദർസ് രീതിയെക്കുറിച്ചും ഈ കേരളത്തിൽ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നതിനെ കുറിച്ച് വിശദീകരിച്ചിരുന്നു. വളരെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഫതുഹുൽ മൊയിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെയും അവർ കേരളത്തിൽ ചെയ്ത സംഭാവനകൾ നമ്മൾ വിസ്മരിക്കരുത്. വളരെ വിശാലമായി തന്നെ കേരളത്തിന്റെ തന്നെ നവോത്ഥാനം, ഇസ്ലാമിക നവോത്ഥാനം തുടങ്ങുന്നത് മഖ്ദൂമി പാരമ്പര്യത്തിൽ നിന്നാണെന്ന് പൊതുവെ പറയാറുണ്ട്. ഇപ്പോ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ തുടർച്ച അത് മഖ്ദൂമി പാരമ്പര്യത്തിലൂടെയാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ മക്കയിൽ പോയി പഠിച്ചവരാണ്. കായൽ പട്ടണത്തിൽ
പട്ടണത്തിലെ മാബർ എന്ന സ്ഥലത്ത് നിന്ന് കൊച്ചിയിലേക്കും പിന്നീട് പൊന്നാനിയിലേക്കും വന്ന് പൊന്നാനിയിൽ ഒരു ദർശി സിസ്റ്റം തുടങ്ങുകയും പൊന്നാനി കേന്ദ്രീകൃതമായി ഒരു വിദ്യാഭ്യാസ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ നടത്തിയവരാണ് മഖ്ദൂമിമാർ. അതുകൊണ്ട് തന്നെ അവർ കേരളത്തിൽ തുടങ്ങിയ അഹ്ലു സുഫ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർസി മോഡൽ അതിനെ ബേസ് ചെയ്ത് തുടങ്ങിയ ആ ദർസി സിസ്റ്റം വളരെ പ്രസക്തമേറിയതാണ്. അതിൽ നിന്ന് ഉപോത്പലകമായി വന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന എല്ലാ ദർസികളും. ജസാക്കല്ലാഹ്. നിങ്ങളിൽ നിന്ന് നല്ലൊരു അറിവാണ് എനിക്ക് ഇവിടെ കിട്ടാൻ കഴിഞ്ഞത്. മാഷാ അല്ലാഹ്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ വിശാലമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു അവസരത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. തുടരാം.